ഇറ്റ്സ് മീ ഡാനി. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. 76-കാരി 25-കാരൻ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു. ഓക്കെ, ഞാനത് നോക്കിയപ്പോൾ എന്തോ നമ്മുടെ സ്ഥലം കായംകുളത്താണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ പിന്നെ ഞാനത് കായംകുളത്തൊക്കെ ഇതിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ അവിടുത്തെ ന്യൂസ് ചാനലൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരും. നോക്കുമ്പോൾ ന്യൂസ് ചാനലുണ്ടായിരുന്നു. ഞാനതിൻ്റെ ക്ലിപ്പൊന്ന് വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കായംകുളത്ത് 76 വയസ്സുള്ള വയോധികയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിൽ 27 വയസ്സുകാരനായ പ്രതിയാണ് പിടിയിലായിരിക്കുന്നത്. കൃഷ്ണപുരം സ്വദേശിനിയായ 76 വയസ്സുള്ള വയോധികയെ കഴിഞ്ഞ 27-ാം തീയതി രാത്രി 8 മണിയോടുകൂടി വീട്ടിൽ കയറി ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിലാണ് ക്ലാപ്പന പ്രയാർ തെക്ക് ചാലയിൽ പടിയിറ്റതിൽ ഷഹാസ് അറസ്റ്റിലായത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീടിന് സമീപത്ത് ഒളിച്ചിരുന്ന പ്രതി ഷഹാസ് വയോധിക വീടിന്റെ വാതിൽ തുറന്ന സമയം ഓടി അകത്ത് കയറുകയും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ബലാത്സംഗത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ വയോധിക വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഞ്ചാവിനടിമയായ ഷഹാസ് 20 വയസ്സുള്ളപ്പോൾ 1.5 കിലോ കഞ്ചാവുമായി കരുനാഗപ്പള്ളി എക്സൈസിന്റെ പിടിയിലാവുകയും 4 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ആളാണെന്ന് പോലീസ് പറഞ്ഞു. കുറ്റകൃത്യത്തിന് ശേഷം കൃഷ്ണപുരം അതിർത്തിച്ചിറക്കടുത്ത് ഒളിച്ചിരുന്ന പ്രതിയെ കണ്ടെത്തിയാണ് കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് കൂടുതൽ തെളിവെടുപ്പുകളും മറ്റും നടത്തുമെന്ന് കായംകുളം പോലീസ് അറിയിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം. വീഡിയോ ഉണ്ടല്ലോ, അവന്റെ നിപ്പും മട്ടവും കണ്ടില്ലേ? ഒരു ക്യാമറയ്ക്ക് പോസ് ചെയ്ത് നിന്നിട്ടുള്ള നിപ്പൊക്കെ കണ്ടില്ലേ? രാജ്യത്തിനെന്തോ പട്ടം മേടിച്ച് നിൽക്കുന്ന പോലെ നായിന്റെ മോന്റെയൊക്കെ നിപ്പൊക്കെ കണ്ടാലോ. ഈ കല്ലേലുണ്ടല്ലോ, അരകല്ലെടുത്തിട്ട് ചതയ്ക്കണം സത്യം പറഞ്ഞാലോ, ഇവൻ്റെയൊക്കെ എടുത്തിട്ട്. അല്ലാതെ ഇപ്പം എന്താ പറയാനാ സത്യം പറഞ്ഞാലോ. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവനെ കൊണ്ടുപോവുക, ഇനി തെളിവെടുപ്പ്, A to Z കാര്യങ്ങൾ അങ്ങനെ കുറേ അയച്ചു കൊണ്ടുപോകും. പിന്നെ കോടതി കേസ്, പിന്നെ അങ്ങനെ കുറേ ആയിട്ട് എങ്ങനെ ആയാലും ഒരു കേസ് തന്നെ 2-3 വർഷത്തേക്ക് നടക്കും. അത് കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് വരുമ്പോൾ നല്ല ചുഞ്ചരക്കുട്ടപ്പനായിട്ട് വരും ഇവനെ പോലുള്ളവന്മാരൊക്കെ. നമ്മുടെ രാജ്യത്തായതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ. നമ്മുടെ ഇറാനും UAE-ലും അഫ്ഗാനിസ്ഥാനും ഒക്കെ കൊടുക്കുന്ന ശിക്ഷയൊക്കെ ഒന്ന് കാണണം സത്യം പറയാം. ഓരോ രാജ്യത്തിൻ്റെയും ഇത് പണിഷ്മെൻറ്റിൻ്റെ കാണിച്ചു തരാം. സൗദിയിലൊക്കെ 7 ദിവസം കൊണ്ട് അവന്മാർ തല വെട്ടിക്കളയും. UAE-ലോ തൂക്കിലേറ്റില്ല 7 ദിവസത്തിനുള്ളിൽ അവന്മാർ ചെയ്യുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാനില 4 ദിവസം തലയിൽ വെടിവെച്ച് അങ്ങ് തീർക്കും അവന്മാർ, ഒന്നും നോക്കത്തില്ല. പിന്നെ ഇറാൻ, എൻ്റെ പൊന്നോ, ഞാനവിടെ ജോലി ചെയ്തതാ. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പോലീസും അവിടുത്തെ ആൾക്കാരും തമ്മിലുള്ള ഇടിയും ഫൈറ്റും. ഒന്ന് പറഞ്ഞാൽ ഒരാൾ വെടിവെക്കുന്നു, ഒരാൾ കല്ലെടുത്ത് എറിയുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ രീതി. ഒന്നാമത്തെ അവിടുത്തെ മരണശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ, കല്ലെറിഞ്ഞിട്ട് തൂക്കിലേറ്റും, അതും 24 മണിക്കൂറിനുള്ളിൽ. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ കേസെടുക്കാൻ തന്നെ ഒരു 10 ദിവസം. കേസെടുത്ത് പിന്നെ തെളിവെടുപ്പ്, പിന്നെ അവൻ്റെ മോതിരം പോയെങ്കിൽ അതിൻ്റെ പോയി എടുക്കും. ഇതെല്ലാം എടുത്ത് വന്നിട്ട് കേസും നടപ്പിലാക്കി കഴിഞ്ഞ് ഒരു 1.5 വർഷത്തിനുള്ളിൽ ശിക്ഷ വിധിയും വന്ന് കഴിഞ്ഞിട്ട് അവന് ശിക്ഷയും കൊടുത്ത് വിടുകയും ചെയ്യും. ഇറങ്ങുമ്പോഴെന്തുവാ, ഇന്ദുലേഖ സോപ്പിൻ്റെ പരസ്യം ചെയ്തിട്ട് വരുന്ന പോലെ ഇരിക്കും, വെളുത്ത് കൊടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട്. ഇതാണ് നമ്മുടെ സിസ്റ്റം. എനിക്ക് അവൻ്റെ നിപ്പും മട്ടം കണ്ടപ്പോൾ അടിച്ച് പൊട്ടിക്കാനുള്ളൊരു ദേഷ്യം തോന്നി സത്യം പറയില്ല. അവനിങ്ങനെ എന്തോ ചെയ്ത് വന്നിരിക്കുന്ന പോലായിട്ടാണ്. നമ്മുടെ സിസ്റ്റം ആണിങ്ങനെ. അപ്പം എനിക്കിരുന്ന് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാനല്ലേ പറ്റത്തുള്ളൂ. നല്ല നല്ല നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരണം രാജ്യത്ത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും സംഭവിക്കും. ഇപ്പം എനിക്കിങ്ങനെ ഇരുന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം. ഓക്കെ, ബൈ.